പാലക്കാട് സ്വദേശിയായ യുവതിയെ കർണാടകയിലെ താമസ സ്ഥലത്താണ് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയുടെ വിവാഹം ഡിസംബർ മാസം 26-ന് നിശ്ചയിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുശ്രീയും അമലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആത്മഹത്യ ചെയ്തു. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളൊക്കെ കേട്ടത്. പ്രതിശ്രുതവരനും വധുവും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആത്മഹത്യ ചെയ്തു എന്നത്. അനുശ്രീ കാസർഗോഡ് സ്വദേശിയാണ്, 25 വയസ്സുണ്ട്. അതുപോലെ അമൽ ഇരിട്ടി സ്വദേശിയാണ്, 26 വയസ്സുണ്ട്. ഇരുവരുടെയും വിവാഹം ഈ വരുന്ന ഡിസംബർ 26-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. 2 മാസം മുമ്പാണ് ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഇരുവരും SBI ഉദ്യോഗസ്ഥരാണ്. അമൽ എറണാകുളത്തെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ അനുശ്രീ കർണാടകയിലാണ് ജോലി ചെയ്യുന്നത്. കൂട്ടുകാരുമായി വീട് വാടകയ്ക്കെടുത്താണ് ഇരുവരും രണ്ടിടത്തായിട്ട് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രണയവിവാഹമാണ് അവരുടേത്. വിവാഹം കഴിഞ്ഞിട്ടില്ല, നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. ഇവർക്ക് വിവാഹം കഴിച്ചതിന് ശേഷം താമസിക്കാൻ വേണ്ടി ഈ അനുശ്രീയുടെ വീടിൻ്റെ അടുത്ത് വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വീടിൻ്റെ നിർമ്മാണ പരിപാടി കാണാൻ വേണ്ടി ഓഗസ്റ്റ് 8-ാം തീയതി 2 പേരും കൂടി വരികയും ചെയ്തിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരുവരും മടങ്ങിപ്പോയതും. അതിനുശേഷം ഈ ചൊവ്വാഴ്ച രാത്രിയിലാണ് അനുശ്രീ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് അനുശ്രീ അമലുമായി വീഡിയോ കോൾ ചെയ്തിരുന്നു. അനിയത്തിയുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അമലിൻ്റെ കോൾ വന്നത്. അപ്പോൾ അനിയത്തിയോട് പറഞ്ഞു അമൽ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷമാണ് അമലിൻ്റെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തത്. ആ വീഡിയോ കോൾ ചെയ്തതിന് ശേഷമാണ് അനുശ്രീ ആത്മഹത്യ ചെയ്യുന്നത്. അനുശ്രീ മരിച്ചതറിഞ്ഞ് വളരെ വിഷമത്തിൽ അമൽ എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ റൂമെടുത്ത് അവിടെ ആത്മഹത്യ ചെയ്തു. അനുശ്രീയുടെ മരണം ബുധനാഴ്ച രാവിലെ അറിഞ്ഞതിന് ശേഷമാണ് അമൽ ആത്മഹത്യ ചെയ്യുന്നത്. ഈ വീഡിയോ കോളിനിടയിൽ എന്തെങ്കിലും തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് പോലീസ് പറഞ്ഞത്. അതോ അനുശ്രീയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നുള്ള സംശയവും ഉണ്ടായിരുന്നു. എന്തായാലും അവരുടെ വാട്സപ്പ് ചാറ്റുകളും കോളുകളും പരിശോധിക്കാൻ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. കുറേ ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി തിരിച്ചെടുത്ത് എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് എന്ന് പോലീസ് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് മലയാളി വാർത്ത എന്ന ചാനലിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇവർ 2 പേരും വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചെറിയ എന്തോ വഴക്ക് തർക്കങ്ങൾ ഉണ്ടാകുകയും അപ്പോൾ അനുശ്രീ അമലിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്ത് താൻ ആത്മഹത്യ ചെയ്യുന്നതായി കാണിക്കാൻ ശ്രമിച്ചതാണ്. ഒരു സ്റ്റൂള് ഇട്ട് അതിൽ കയറി നിന്ന് സാരി കൊണ്ട് ഫാനിലേക്ക് കുരുക്കിട്ട് അമലിനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് ഒരു വിനയായി മാറിയിരിക്കുന്നത്. അമലിനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, പക്ഷേ സ്റ്റൂള് തെന്നി മാറി അനുശ്രീയുടെ കഴുത്തിലെ കുരുക്ക് മുറുകുകയും മരണം സംഭവിക്കുകയും ചെയ്തു. ഇത് അമൽ വീഡിയോ കോളിലൂടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ട പരിഭ്രാന്തിയിൽ അമൽ വേഗം തന്നെ അനുശ്രീയുടെ അച്ഛനെ വിളിക്കുകയും അനുശ്രീക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, വേഗം അവളെ വിളിക്കണമെന്ന് പറയുകയും ചെയ്തു. അനുശ്രീയുടെ അച്ഛൻ അടുത്തുള്ള വീട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ വന്ന് അനുശ്രീയുടെ റൂം തുറന്നു നോക്കിയപ്പോഴാണ് അനുശ്രീ തൂങ്ങി നിൽക്കുന്നത് കാണുന്നത്. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അമലിനെ കാര്യങ്ങൾ വിളിച്ച് പറയാൻ ശ്രമിച്ചപ്പോൾ അമൽ ഫോൺ എടുത്തില്ല. അമൽ ഈ സമയം ലോഡ്ജിൽ റൂം എടുത്ത് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അമൽ വാട്സപ്പിൽ സുഹൃത്തുക്കൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ലൊക്കേഷൻ അയച്ചപ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അമലിൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അമൽ ഫോൺ എടുക്കുന്നില്ല.
അമൽ ഫോൺ എടുക്കാതെ വന്നപ്പോൾ അവർക്ക് സംശയം തോന്നി. അവർ ചെന്ന് ലൊക്കേഷൻ അയച്ച ലോഡ്ജിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അവൻ മരിച്ചത് അവർ കാണുന്നത്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ആ കുട്ടിയുടെ മരണം നേരിൽ കണ്ട അമൽ അത് സഹിക്കാനാവാതെയാണ് ആത്മഹത്യ ചെയ്തത്. ഇരുവരും നല്ല സ്നേഹത്തിലായിരുന്നു. അനുശ്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ജീവനോടെ ഉണ്ടാകില്ല എന്ന് ഇതിനു മുമ്പും വീട്ടുകാരോട് പറയാറുണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു. കാരണം അമലിന് അത്രയ്ക്ക് സ്നേഹമായിരുന്നു അനുശ്രീയെ. എന്തായാലും അമൽ പറഞ്ഞതുപോലെ തന്നെ നടന്നു. അനുശ്രീ പോയപ്പോൾ കൂടെ അമലും പോയി. അമലിനെ പറ്റിക്കാൻ വേണ്ടി അനുശ്രീ ചെയ്തതാണെങ്കിലും പക്ഷേ വിധി മറ്റൊന്നായിപ്പോയി. ചിലർക്ക് ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ എല്ലാം ഒരു തമാശയായി വരില്ല. തമാശ ഒരു ട്രാജഡിയായി മാറാൻ അധിക സമയമൊന്നും വേണ്ട. മനുഷ്യരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയും പിണങ്ങുകയും ഒക്കെ ചെയ്യും. അതിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ചാകാൻ പോകുക എന്നും പറഞ്ഞ് ഓരോന്ന് കാണിച്ചു കൂട്ടരുത്. ഈ ആത്മഹത്യാ ഭീഷണി നടത്തുന്നവരുണ്ടല്ലോ, അത് അവരുടെ ഒരു രോഗമാണ്. ഒരു വട്ടം അങ്ങനെ കാണിക്കുന്നവർ വീണ്ടും അത് കാണിച്ചു കൊണ്ടിരിക്കും. അവസാനം ഒരിക്കൽ പിടി വീഴുകയും ചെയ്യും. ഒരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അവനവൻ്റെ ജീവൻ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ആ മാതാപിതാക്കളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ട് കുടുംബത്തിലെയും മാതാപിതാക്കൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളുണ്ടാകും, അത് സ്വാഭാവികമാണ്. അതിന് ആത്മഹത്യ ചെയ്യുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. തമാശയ്ക്കാണെങ്കിൽ കൂടിയും അങ്ങനെയൊന്നും പറയുക കൂടി ചെയ്യരുത്. അവസാനം ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? അവരുടെ ജീവൻ പോയി. ആ മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളെയും നഷ്ടപ്പെട്ടു. തമാശയൊക്കെ ആകാം, പക്ഷേ ഇതുപോലെയല്ല തമാശ കാണിക്കേണ്ടത്. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.